ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയെല്ലാം പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ മാപ്പ് എന്നത്. ഇത്തരത്തിൽ ഈ ഗൂഗിൾ മാപ്പിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പലപ്പോഴും, അതായത് ഒരു 90% ആളുകളും ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്നു, ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായ ഒരു പ്ലേസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കറക്റ്റായി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തെല്ലാം എത്താറുണ്ട്. എന്നാൽ ചില റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തൊരു ഏരിയ എല്ലാം ആണെങ്കിൽ പലപ്പോഴും ഇത്തരത്തിൽ ഇത് കറക്റ്റായി നാവിഗേറ്റ് ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ചില ഏരിയാസിലെല്ലാം പോകുമ്പോൾ കറക്റ്റായി നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിംഗ് ഒന്നും ലഭിക്കാതെ എല്ലാം വരാം. അതിനാൽ തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ഓഫ്ലൈൻ മാപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. ഒരു തവണ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ട്രാവൽ ചെയ്യാനെല്ലാം ഓഫ്ലൈനായി തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എവിടേക്കാണ് പോകേണ്ടത് എന്നെല്ലാം സെലക്ട് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേർ അവരുടെ മൊബൈലിൽ ഈ ഒരു കാര്യമൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അതായത് ഇത് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവർ യാത്ര ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും നെറ്റ്വർക്ക് ഇല്ലാത്തൊരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ മൊബൈൽ നെറ്റ് കിട്ടുന്നില്ല, ഇനി അതുമല്ലെങ്കിൽ നെറ്റ് എല്ലാം തീർന്നു പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ ഓഫ്ലൈൻ മാപ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതായത് നമ്മുടെ സ്വന്തം മാപ്പ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇവിടെ താഴത്തൊരു 50 MB എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ഏരിയ എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള ഈ ഒരു ഏരിയ എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമായി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനാണ് 50 MB എല്ലാം കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേരളം മൊത്തം യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തമായ ഒരു മാപ്പ് എല്ലാം ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇത്തരത്തിൽ ഈ ഒരു കാര്യം കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ കേരള മൊത്തം നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ താഴത്ത് വന്നിരിക്കുന്നത് കാണാം, ഈ ഒരു മാപ്പിൽ എത്രത്തോളം MB എല്ലാമാണ് വരുന്നത് എന്നെല്ലാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ കറക്റ്റായി കേരള എല്ലാം തന്നെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലെല്ലാം ഇത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ കാണിക്കുന്നുണ്ട് ഏകദേശം 600 MB അടുത്ത് ഇത് ഡൗൺലോഡ് ആകുന്നതിന് വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇത് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കേരള മാപ്പ് ഡൗൺലോഡിങ്, അതായത് ഡൗൺലോഡിങ് കേരള എന്ന് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കേരള എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ആകുന്നതിന് കുറച്ച് സമയമെല്ലാം എടുക്കും. ഡൗൺലോഡിങ് കേരള 5% എന്നെല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ കേരളത്തിനുള്ളിലെല്ലാം നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തെല്ലാം പോകണമെങ്കിൽ ഓഫ്ലൈനായി തന്നെ നിങ്ങൾക്ക് ആ പ്ലേസ് എല്ലാം കൊടുത്ത് അവിടേക്ക് നിങ്ങൾക്ക് കറക്റ്റായി നാവിഗേഷൻ എല്ലാം ലഭിച്ച് പോകാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. ഇനിയിപ്പോൾ നിങ്ങൾ അറിയാത്തൊരു ഭാഗത്തെല്ലാം പോയി, ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിലെല്ലാം പോയി, അപ്പോൾ നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളുടെ ഹോട്ടലിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾ ആ ഒരു പ്രദേശമെല്ലാം പുറത്തെല്ലാം പോകുന്നതിന് വേണ്ടിയെല്ലാമാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മൊബൈലിൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എല്ലാം കറക്റ്റായി കിട്ടുമോ എന്നൊന്നും അറിയില്ല എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു ഭാഗമെല്ലാം സെലക്ട് ചെയ്ത് ഓഫ്ലൈൻ മാപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ, അതായത് നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ എല്ലാം വരുമെന്നുള്ള പേടിയൊന്നുമില്ലാതെ നിങ്ങൾക്ക് യാത്രയെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ ഇമ്പോർട്ടൻ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഇപ്പോൾ കേരള മാപ്പ് ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കേരള മാപ്പ് ഇടയ്ക്കെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഈ പുതിയ ചേഞ്ചസ് എല്ലാം തന്നെ ആഡ് ആകും. അതായത് പുതിയ ഏരിയാസ് അല്ലെങ്കിൽ പുതിയ വഴികളെല്ലാം ഇത്തരത്തിൽ ഇതെല്ലാം ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും അറിയാത്തവരായുണ്ട്. അതിനാൽ തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്